നമസ്കാരം, എല്ലാവർക്കും അത്തിമാസ് പള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് തഞ്ചാവൂർ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. പക്ഷെ അവിടെ രണ്ട് സ്ത്രീകൾ കുളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ മുകളിൽ നിന്ന് കണ്ടു, നന്നായിട്ട് കാണാൻ പറ്റും, നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് വെയിലുള്ള ഒരു പ്രശ്നം തന്നെയുള്ളൂ, അതല്ലെങ്കിൽ നമുക്ക് നിൽക്കാനൊക്കെ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. കുറെ അടുത്തടുത്ത് തന്നെ കടവുകളുണ്ട് കേട്ടോ. അവിടെ എല്ലാവരും തന്നെ കുളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ട് അവിടെ. അതുമാതിരി അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കണ്ട് പിന്നെ തിരിച്ച് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് തഞ്ചാവൂർക്ക്. അങ്ങനെ ഫോട്ടോ ഒക്കെ കുറെ എടുത്ത് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. കാപ്പിയും ചട്നിയും ഒക്കെ കഴിച്ച് നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. നല്ല വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല നട്ടപ്പറ വെയിലായിരുന്നു. അപ്പുട്ടൻ പിന്നിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. ഞങ്ങൾ പോണ വഴിക്ക് എന്താ പറയുക, കാവേരി നദിയുടെ അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു വെറുതെ. പിന്നെ റീൽസൊക്കെ എടുത്ത് പതുക്കെ നമ്മളങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ അതാ നമ്മൾ കണ്ടോ, കാവേരി നദിയുടെ അടുത്ത് കൂടെയാണ് പോണത്. അപ്പം ഞാൻ വിചാരിച്ചു നിന്ന് ഇറങ്ങി കാണാമെന്ന്. യെസ്, കാവേരി നദി കണ്ടിട്ട് വരാം. അയ്യേ, പൊട്ടയാണോ? ഞാനുണ്ട്, ലോക്ക് ചെയ്യൂ. അങ്ങനെതാ നമ്മൾ തഞ്ചാവൂർ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇവിടെ അടുത്തുള്ള ഒരു ഇതാണ് ആര്യഭവൻ, അവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നല്ല ഫുഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ 3-4 വട്ടം ഇവിടെ വന്നിട്ട് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ലഞ്ച് കഴിച്ചു, ഡിന്നർ കഴിച്ചില്ല. നോക്കുമ്പോൾ എന്താ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാലോ, ഭയങ്കര തിരക്ക്. നമ്മൾ പുറത്തൊക്കെ ക്യൂ നിന്ന് ഇരുന്ന് ഒക്കെ വേണം സീറ്റ് കിട്ടാൻ, അങ്ങനെ കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ 3 ആൾക്കാരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് സീറ്റിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമുക്കിൽ മീൽസ്, അവിടുത്തെ മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവസാനം എന്താ പറയുക, വേറെന്തായിരുന്നു, ഐസ്ക്രീമും അതുമാതിരി എന്താ പറയുക, മറ്റേ ജ്യൂസ്, അതൊക്കെ ഈ ഒരു മീൽസിൽ ഉള്ളതായിരുന്നു. അപ്പോൾ അപ്പുട്ടൻ എന്താ ഗോബി മഞ്ചൂരിയൻ ബട്ടർ നാനുവാണ് പറഞ്ഞ്, ഞാൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. എന്നാൽ ഗോബി മഞ്ചൂരിയൻ ഷെയർ ചെയ്യാലോ, അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയൻ കുറച്ചേ അവൻ എടുക്കുള്ളൂ, ബാക്കി വെറുതെ കളയേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും പറഞ്ഞ് ഗോബി മഞ്ചൂരിയനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞപ്പം ഈ മീൽസിൻ്റെ കൂടെ എന്താ പറയുക, ലെമൺ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല അതിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു എക്സ്ട്രാ ഒരെണ്ണം ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ അപ്പുട്ടൻ കുടിച്ചു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ലൈം ജ്യൂസ്. അപ്പോൾ അത് അവൻ കുടിച്ചു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോവാണ് കേട്ടോ.
റൂമിലേക്ക് പോയ എന്താ വീഡിയോയിൽ റൂം കാണിച്ചു തരാം. അതിൽ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഡ്രസ്സ് വേറെയാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. കാരണം എന്താണെന്നറിയോ, പോയ അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി റൂമിൻ്റെ. അപ്പം നെക്സ്റ്റ് ഡേ ആണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് ഡ്രസ്സ് ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. കയറി ചെന്ന ഒരു കുഞ്ഞൊരു മുറി. ആ മുറിയിൽ നിന്നാണ് നമ്മൾ സാധാ ബെഡ്റൂം നമ്മളുടെ റൂമിലേക്ക് വരുന്നത്. ഇവിടെ പെട്ടിയും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരിത്. പിന്നെ എക്സ്ട്രാ ഒരു തലേണയും ബാത്ത് ടവലൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജ്, മിനി ബാർ പോലെ ഒരെണ്ണം, പിന്നെ ഇവിടെ വെള്ളം വെക്കാം, പിന്നെ കിറ്റിൽ ചായ കപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതാ ഇവിടെയാണ് ബെഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെന്താ, ഒരു ഹെറിറ്റേജ് മാതിരിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സെറ്റപ്പ്. നല്ല ഹോട്ടലാണ്. പക്ഷെ എന്താ ഇതിൻ്റെ ഒരു 2 നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ബാത്റൂം. നല്ല ബാത്റൂമാണ്, നല്ല വിസ്താരമുള്ള, നല്ല സ്ഥലമുള്ള, നല്ല അടിപൊളി ബാത്റൂം, നല്ല ക്ലീൻ, നീറ്റ്, എല്ലാം സൂപ്പറാണ് കേട്ടോ. ഇതിൻ്റെ 2 നെഗറ്റീവ് ഞാൻ പറയാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാർ പാർക്കിങ്ങിനോ മറ്റുള്ളതിനോ ഒന്നും സൗകര്യം ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവമാണുള്ളത്. അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് തീരെ വയ്യാണ്ടായി. അപ്പം ഞങ്ങൾ വേഗം ഒന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ടൊരു 3:30-4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തുമ്പോൾ നല്ല തിരക്ക്. കാർ പാർക്കിങ്ങിനൊന്നും ഒരു തുള്ളി സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരത്തെ ഇതിനൊടുവിൽ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടോ. നല്ല രസമുള്ള അമ്പലം. ഇവിടുന്ന് നമുക്ക് പോരാൻ തോന്നില്ല. നല്ല രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. തിരക്കുണ്ടായിരുന്നു. അത് ഈ ഒരു സമയം ആയതുകൊണ്ടാണ്. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പാർട്ട് 2 ഇടാം കേട്ടോ. അതായത് ഇനി അടുത്ത വീഡിയോ അതായിരിക്കും. അതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലം മൊത്തം ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെയും വരുന്നുണ്ട്. നാളെ രാവിലെ നേരത്തെ വരാനാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ വലിയൊരു നന്ദിയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ കയറി തൊഴാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ വരുന്നുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീൽസും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരൊറ്റ കല്ലിൽ തീർത്ത വലിയൊരു നന്ദിയുടെ ഇതാണിത്. അപ്പോൾ എത്രയാ വെയിറ്റ് എന്നും അതെല്ലാം എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് അമ്പലം ഒന്ന് ചുറ്റി കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. നമ്മൾ ഇവിടെ എല്ലാം ചുറ്റി കണ്ടിട്ട് ബാക്കി നാളെ രാവിലെ കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. പോയതും ഞങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ.